ദക്ഷിണ ലബനാനിൽ പ്രവേശിച്ച ഇസ്രായേൽ കരസൈന്യം ഹിസ്ബുള്ളയെ അമർച്ച ചെയ്യുകയാണ് സൈനിക നടപടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചു. എംസിയ നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ലബനാനിൽ വീണ്ടും ആക്രമണത്തിനുള്ള ശ്രമം നടക്കുമ്പോൾ അത് സാഹചര്യം എത്ര കണ്ട് സങ്കീർണമാക്കുകയാണ്? അനീഷ, തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ വർഷമാണ് ലബനാനും ഹിസ്ബുല്ലയും അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് ഒരു വിപുലമായിട്ടുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയത്. പക്ഷേ ആ കരാർ നിരന്തരമായിട്ട് ലംഘിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇസ്രായേൽ നടത്തി വന്നത്. ഇപ്പോൾ ഗസയുമായി രൂപപ്പെടുത്തിയ അതേ കരാറിൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു തനിയാവർത്തനം, നിരന്തരമായിട്ട് ഏകപക്ഷീയമായിട്ട് കരാർ ലംഘിക്കുക, ക്രൂരമായിട്ടുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ തുടരുക, ഇത് തന്നെയായിരുന്നു ലബനാന്റെ കാര്യത്തിലും നടന്നത്. പക്ഷേ അന്താരാഷ്ട്ര സമൂഹങ്ങൾ, അമേരിക്കയും വൻശക്തി രാജ്യങ്ങളുമൊക്കെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ അവർ നടത്തിയിരുന്നു. പക്ഷേ ഇതിനൊക്കെ മറികടന്നുകൊണ്ടായിരുന്നു ആക്രമണങ്ങൾ തുടർന്നത്. ഇപ്പോൾ ഇറാന് നേരെയുള്ള ഈ പുതിയ ഒരു മേഖലാ യുദ്ധത്തിന്റെ സൗകര്യം മുതലെടുത്തുകൊണ്ടാണ് ലബനാന് നേരെ കൂടുതൽ കടന്നു കയറാനുള്ളൊരു നീക്കം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എന്നിവർ ചേർന്നാണ് സംയുക്തമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. കരസേനയെ കൂടുതൽ അതിർത്തി മേഖലയിലേക്ക് വിന്യസിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വിശദീകരിക്കുന്നത്. പക്ഷേ ഹിസ്ബുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കരസൈന്യത്തെ ദക്ഷിണ ലബനാനിലേക്ക് നിയോഗിക്കുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിലേക്ക് തങ്ങൾക്കും പോകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഹിസ്ബുള്ള നൽകിയിരിക്കുന്നത്. കാരണം ബെയ്റൂത്ത് ഉൾപ്പെടെയുള്ള ലബനാന്റെ വിവിധ പ്രദേശങ്ങൾക്ക് നേരെ പിന്നിട്ട ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുകയും നൂറുകണക്കിന് ആളുകൾ, സിവിലിയൻ സമൂഹം വധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, അതിർത്തി പ്രദേശങ്ങളിലെ 48ഓളം ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകാനുള്ള ഒരു ഏകപക്ഷീയമായിട്ടുള്ള പ്രഖ്യാപനവും ഇസ്രായേൽ നടത്തിയിരുന്നു. അതോടുകൂടി ആയിരക്കണക്കിന് പേർ അഭയാർത്ഥികളായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. നമുക്കറിയാൻ സാധിക്കും, പതിറ്റാണ്ടുകളായി തന്നെ ലബനാൻ നേരിടുന്ന ആഭ്യന്തര പ്രതിസന്ധി, രാഷ്ട്രീയമായ അസ്ഥിരത, സൈനികമായിട്ടുള്ള ദൗർബല്യം, ഇതൊക്കെയും മുതലെടുത്തുകൊണ്ട് തങ്ങളുടെ കൂടുതൽ വെട്ടിപ്പിടിക്കാനുള്ള ഇസ്രായേലിന്റെ താല്പര്യം, അതാണ് ലബനാനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും അന്തർദേശീയ സമൂഹം, ഇപ്പോൾ UN സമാധാന സേനയെയും ഒക്കെ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെയും പരിമിതികളുണ്ട്. ഇസ്രായേൽ ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അതിനനുസരിച്ച് അന്തർദേശീയ സമൂഹവും നിലയുറപ്പിക്കുന്നു. ഇതാണ് ഈ ലബനാന്റെ ഏറ്റവും വലിയ ദൗർബല്യത്തിനിടയാക്കിയത്. അപ്പോൾ ഇപ്പം ആരംഭിച്ചിരിക്കുന്ന ഈ കരയുദ്ധം, അത് എത്ര അതിർത്തിയിൽ നിന്ന് എത്ര മുന്നോട്ട് പോകും, കൂടുതൽ പ്രദേശങ്ങൾ കൈയടക്കാനുള്ള ഒരു നീക്കമാണോ എന്നതുൾപ്പെടെയുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലെ ഇസ്രായേലി പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക, അതിനുവേണ്ടിയാണ് ഇപ്പോൾ കരസേനയെ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. കാരണം ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ സൗകര്യം മുതലെടുത്തുകൊണ്ട് 1 ലക്ഷത്തോളം റിസർവ് സൈനികരെയാണ് ഇപ്പം 2-3 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ ഒരുക്കി നിർത്തിയത്. അതിൽ ഒരു വിഭാഗം സൈന്യത്തെയാണ് മേഖലയിലേക്ക് വിന്യസിച്ചിരിക്കുന്നത്. അതേസമയം ഇറാനിലേക്ക് കരസൈന്യത്തെ അയക്കാനോ കരസൈന്യത്തിന്റെ സാന്നിധ്യം ഇറാനിൽ ഉറപ്പുവരുത്താനോ ഒരു താല്പര്യവും തങ്ങൾക്കില്ല എന്ന് നെതന്യാഹു ഇന്ന് പ്രതികരിക്കുകയും ചെയ്തു. കാരണം അമേരിക്ക ഇന്നലെ വ്യക്തമാക്കിയിരുന്നു, ആവശ്യമെങ്കിൽ കരയുദ്ധവും നടത്താൻ തയ്യാറാണ് എന്ന്. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് നെതന്യാഹു ഇന്ന് വ്യക്തമാക്കിയത്, കരസേനയെ ഒരു നിലക്കും ഇറാനിലേക്ക് അയക്കില്ല എന്ന്. കാരണം അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഇറാനികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ഒരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരമൊരു വിശദീകരണം നൽകി തൽക്കാലം ആ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു നീക്കം നെതന്യാഹു നടത്തിയിരിക്കുന്നത്. എന്തായാലും മേഖലയിൽ ഇപ്പോൾ ഇറാനെതിരെ ആരംഭിച്ചിരിക്കുന്ന ഈ ആക്രമണം കുറെ കൂടി വ്യാപ്തിയിലേക്ക് നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ചെങ്കടലിൽ ഹൂത്തികളും അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഇറാൻ അനുകൂലമായിട്ട് ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമുദ്ര മേഖലയിലുള്ള പ്രതിസന്ധി, ഹോർമുസ് കടലിടുക്ക്, അതോടൊപ്പം തന്നെ സൂയസ് കനാൽ, ആ പ്രദേശങ്ങളിലും ഈ അസ്ഥിരത വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചരക്ക് കടത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ നിശ്ചലമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് മറികടക്കാൻ അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ വേണമെന്ന് ഇപ്പോൾ അല്പം മുമ്പ് ആവശ്യപ്പെട്ടത് ചൈനയാണ്. ഒരു വെടിനിർത്തലിന് ഇരുപക്ഷവും അമേരിക്കയും ഇറാനും തയ്യാറാകേണ്ടതുണ്ട്. അതല്ലാതെ ഈ പ്രതിസന്ധി ഇനിയും നീണ്ടുപോകാൻ ഒരു നിലക്കും അനുവദിക്കാനാവില്ല എന്നാണ് ചൈന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ ചൈന ഇതിനെ ഏതെങ്കിലും അർത്ഥത്തിൽ മുന്നിട്ടിറങ്ങുമോ, ഒരു മധ്യസ്ഥ റോളിലേക്ക് വരുമോ എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇനിയും വരാനുണ്ട്. എന്തായാലും ചൈന തങ്ങളുടെ താല്പര്യങ്ങൾ കൂടി ഹനിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പ്രത്യാക്രമണ പരമ്പരകൾ നീങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കുറെ കൂടി ശക്തമായിട്ടുള്ള പ്രതികരണവുമായി ചൈന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതും. അനീഷ.
നാസർ ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടാണ് ഈ നിയന്ത്രണ രേഖ അതിർത്തി രൂപീകരിക്കുകയും വെടിനിർത്തൽ കരാറൊക്കെ പ്രാബല്യത്തിൽ വരികയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ ഈ ലെബനന്റെ നേതൃത്വത്തിൽ മിസൈൽ ഒപ്പം തന്നെ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അതിനെ മറയാക്കിക്കൊണ്ട് പ്രത്യക്ഷമായ ഒരു കരസേന ആക്രമണത്തിലേക്ക് പോകുമ്പോൾ അത് സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുകയല്ലേ ചെയ്യുക. പ്രത്യേകിച്ച് ഈ നിയന്ത്രണ രേഖയിൽ UN ഉൾപ്പെടെ പ്രതികരണങ്ങളൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു നിലപാടെടുക്കാൻ അവർക്ക് പോലും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഏകപക്ഷീയമായ നിലയിലേക്ക് ഇസ്രായേൽ പോവുകയാണ്.